ഹലോ. അതെ, നിങ്ങൾ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതിയെന്നും വിചാരിച്ചിരിക്കുന്നവരാണോ? ആ, ഓക്കെ. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈഫ് കോച്ചിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വേണം, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ഇനി പേഴ്സണൽ സെക്ഷനാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരണില്ല, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി, വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട, ഇനി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സേഫ് സോണിലാണ്. ആ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സംഭവം നമ്മളൊന്ന് പതുക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ പോലെ ഇനി ജീവിതം ഒന്ന് കൊളാക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ കൊളാക്കാനൊന്നും വേണ്ടിയിട്ടല്ല. നമ്മളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്ക് വേണം, ഒന്ന് സക്സസ് ആവണം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ആഗ്രഹിക്കാത്തവരുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ഒരേ ലൈഫ് പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പതുക്കെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം. അതിനെന്താ വേണ്ടത്? ഫസ്റ്റ് എന്താ വേണ്ടത്? അതായത് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണം? നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും നോളജൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക, പിന്നെ എന്തെങ്കിലും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് സ്വയം തേടുക. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആർക്കും പറ്റില്ല. എന്നാൽ ആർക്കാണ് വലിയ ആഗ്രഹങ്ങളില്ലാത്തത്? നല്ല കാറ് വേണമെന്നുണ്ട്, നല്ല വീട് വേണമെന്നുണ്ട്, മക്കൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷേ മെനക്കെടാൻ പറ്റില്ല. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ചുറ്റുപാടുള്ള ആരും നമുക്കൊന്നും കൊണ്ടുതരില്ല. അങ്ങനെ വിചാരിച്ചിരിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു ലോട്ടറിയെ സ്വപ്നം കണ്ടും ജീവിക്കേണ്ട. അങ്ങനത്തെയൊക്കെ ഉള്ളത് നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്തതിന്, അതായത് അതുകൊണ്ടൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളോട് റെസ്പെക്റ്റ് തോന്നില്ല. സ്വയം നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കി നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിവ് നേടാനായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറൊരു ഇൻകം കിട്ടാവുന്ന രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ല, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി കണ്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു കംഫർട്ട് സോണിനൊന്ന് മാറ്റി പിടിക്കുക. മനസ്സിലായ? ഒരു ചെറിയ റിസ്ക് ഒക്കെ എടുക്കാതെ ജീവിതം മുന്നോട്ടൊന്നും പോവില്ല. വലിയ റിസ്ക് വേണ്ട, ഫസ്റ്റ് ഒരു ചെറിയ റിസ്ക് ഒക്കെ എടുക്കുക. ചിലർ കണ്ടിട്ടുണ്ട്, ബിസിനസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കയ്യിൽ പൈസ തരാം ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും ചെയ്യാതെ ആ ചെറിയ സാലറിയിൽ ഇങ്ങനെ വലിയ സ്വപ്നങ്ങളുമായിട്ട്, വലിയ സ്വപ്നമില്ലാത്തവരാരുമില്ല. എങ്ങനെ വീടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നവർക്ക് പോലും വലിയ സ്വപ്നങ്ങളാണ്. പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മനസ്സിനെ പറഞ്ഞത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് അതിനു വേണ്ടി പ്രാപ്തരാക്കുക. നെക്സ്റ്റ് എന്താണ്? അതിനു വേണ്ടിയുള്ളൊരു ആക്ഷൻ എടുക്കുക. ആക്ഷൻ ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് നടക്കില്ല. അപ്പം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഉയരാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റാക്കുക, ആക്ഷൻ എടുക്കുക. അതിനുവേണ്ടി സ്കില്ലുകൾ തേടി നമ്മളൊന്ന് പോവുക. സ്കില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ജന്മനാ കിട്ടുന്നതൊന്നല്ല. അത് നമ്മളുടെ പല എക്സ്പീരിയൻസിലൂടെയാണ്, നമുക്ക് ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് സ്കില്ലൊക്കെ വരുന്നത്. ഈ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്ക് കണ്ടു കഴിഞ്ഞാൽ അതുമ്മ പിടിച്ച് കയറിക്കൊള്ളണം. ഓക്കെ? അപ്പം നിങ്ങളാരെയും വെറുതെ ഞാൻ ഈ വെച്ചോടത്ത് എന്നുള്ള പോലത്തെ രീതിയിലല്ലാതെ ഒരു വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ ഒന്ന് തീരുമാനിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്. അപ്പം മറക്കണ്ട, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടിക്കോ.